റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ. അതങ്ങനെ പറയണല്ലോ, നമ്മൾ പറയണ്ടറിയാം അതങ്ങനെ അതാതില്ലുമോ പോലെ. അങ്ങനെ തന്നെ ഇസ്ലാമിനെ ദീനായിട്ടും തൃപ്തിപ്പെട്ടു, അള്ളാഹുനെ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റസൂലായിട്ട് തൃപ്തിപ്പെട്ടു. രാവിലെ വൈകുന്നേരം 3 വട്ടം പറയണതാണ്. പറയലുണ്ടോ? ഒന്ന് സുബഹിസ്കരിച്ച കാര്യം പറഞ്ഞോ? ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വട്ടം പറയണം. അങ്ങനെ 3 വട്ടം പറഞ്ഞോൾക്ക് നാളെ അള്ളാഹു തആല ഖിയാമത്ത് നാളിൽ അവരെ സംതൃപ്തരാക്കുമെന്നാണ്. അള്ളാഹുനെ റബ്ബായിട്ട് തൃപ്തിപ്പെടാ, ഇസ്ലാമിനെ ദീനായിട്ട് ഇസ്ലാമിൽ എന്താണോ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ഒരു യുക്തി നോക്കൂല, അംഗീകരിക്കുക. അതായിരുന്നു സ്വഹാബത്ത്. അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് കള്ള് വർജിക്കുക എന്നുള്ളത്. അവർക്ക് അചിന്യമായിരുന്നു. കള്ളില്ലാത്തൊരു വിഷയം ഉണ്ടായിരുന്നില്ല. ആ കള്ള് നിർത്തലാക്കിക്കൊണ്ടുള്ള ആയത്തിറങ്ങിയപ്പോ കള്ള് സാബിൽ കുടിച്ചോണ്ടിരുന്ന ആളുകള് വായിലുള്ള തുപ്പിക്കളഞ്ഞു എന്ന് മാത്രമല്ല, സ്റ്റോക്ക് ചെയ്തിന്റെ കാനൊക്കെ മറിച്ചു. അങ്ങനെയാണ് മദീനത്ത് കള്ളിന്റെ മഴ ചെയ്താലും വരൾ ഒലിക്കണമാർക്ക് കള്ളിങ്ങനെ ഒലിച്ചു എന്നാ മദീന റോട്ടിലൂടെ. ആ കള്ളസാപ്പ് ആയത്തേനെന്നറിയോ? അബൂ തല്ലത്തുൽ അൻസാരി. അടുത്ത സെയിൽമാൻ ആരെയെന്നറിയോ? അവിടെ ഒഴിച്ചെടുക്കുന്ന ആളായിരുന്നറിയോ? അനസ് റളിയല്ലാഹു. അനസാണ് ഈ ചരിത്രമൊക്കെ പറയണത്. അനസ് റളിയല്ലാഹുല്ലേ റസൂലുള്ളാഹിന്റെ കുട്ടിയാണല്ലോ. റസൂലുള്ളാഹിന്റെ ഖാദിമായിട്ട് ഉമ്മു സുലൈമിന്റെ മകനാണ്. അങ്ങനെ ആ ഉമ്മു സുലൈമിന്റെ മോനാണ് ആര്? അനസ്. ഉമ്മാന്റെ പുതിയാപ്പിളായിട്ടാണ് അബൂദല്ല വന്നത്. അബൂദല്ലക്കാണ് കള്ളുസാപ്പ്. ആ കള്ളുസാപ്പിലെ പണിക്കാരനായി ആര്? അങ്ങനെയാണ് അതൊക്കെ വരുന്നത് ചരിത്രങ്ങൾ. 10 കൊല്ലം റസൂലുള്ളാഹിന്റെ ഖാദിമാണ് അനസ്. റസൂലുള്ളാഹിന്റെ ചെരുപ്പെടുക്കുക, വെള്ളം എടുക്കുക, ഉദുർക്കാനുള്ള വെള്ളം കൊണ്ടുപോകുക, ബ്രഷ് കൊണ്ടുപോകുക, ഇതൊക്കെ ആരെ പണി? അങ്ങനെ അനസിന് തങ്ങളങ്ങോട്ട് ദ്വാരന്നിട്ട് പഠിച്ചവനെ എത്രയോണം മക്കളുണ്ടായിക്കണ അറിയങ്ങൾ, എത്രയാണ് മുതലുണ്ടായിക്കണെന്ന് അറിയാം. വലിയ ചരിത്രമാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊക്കെ പറയാം. ഞാൻ പറയണത് എന്താ വെച്ചാല്, ഇസ്ലാമിനെ ദീനായിട്ട് തൃപ്തിപ്പെടുക അങ്ങനെയാണ്. ആ കള്ളുസാപ്പിലുണ്ടായിരുന്ന എല്ലാ മദ്യവീപ്പുകളും റോട്ടിലേക്ക് ഒഴിച്ചെന്ന് മാത്രമല്ല, ഈ കുടിച്ചുകൊണ്ടിരിക്കണവനെ ഇറക്കട്ടെ എന്ന് അവർ കരുതിയോ? ഇല്ല. അനുസരണമാണ്, വല്ലാത്ത അനുസരണമാണ്. അതിൽ ഏറ്റവും മികച്ചത് പറയേണ്ട ഒരു സംഗതിയാണ് എന്താ പറയുന്നത്, സൂറത്ത് നൂറിലെ 33-ാമത്തെ ആയത്തിറങ്ങിയപ്പോ മുഖമക്ക നടന്ന പെണ്ണുങ്ങൾ എന്നുള്ള ആയത്തിറങ്ങിയപ്പോ, ആയത്ത് മദീനത്തെ പള്ളിയിൽ നിന്നാണ് റസൂൽ ആണുങ്ങൾ ഓതി കളിപ്പിച്ചത്. അത് കേട്ട ആണുങ്ങൾ പെരയിൽ പോയിട്ട് ആയത്ത് ഓതി കൊടുത്തപ്പോ പെണ്ണുങ്ങളൊക്കെ പെരയിലുള്ള പൊതുപ്പോണ്ടൊക്കെ അന്ന് തന്നെ മുഖമക്കനുണ്ടാക്കി. തഫ്സീലെന്ന് പറയാണ്, പിറ്റേന്ന് തുണിഷാപ്പിൽ പോയിട്ട് തുണി വാങ്ങട്ടെ എന്നൊന്നും കരുതിയില്ല. ആയിഷാ ബീവി പിന്നെ അതിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്, അല്ലാഹു തആലാന്റെ ഒരു ആയത്തിറങ്ങിയാൽ ഇത്ര അനുസരിക്കാനുള്ള ജാഗ്രത ഉള്ളത് ഞാൻ വേറെ കണ്ടിട്ടില്ല ഈ പെണ്ണുങ്ങളെ മാർക്കെന്ന് പറഞ്ഞു. അതാണ് മുസ്ലിം.